ഹായ് ഹലോ ചങ്ങായി, ഇതാ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ബ്രോഡ്വേയിലെ പാർട്ട് 4 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ലോങ് ആയി പോകണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഭയങ്കര തിക്കും തിരക്കുവാണെങ്കിൽ ബ്രോഡ്വേയിൽ ഭയങ്കര ചൂടും. അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങാന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിട്ടോ. അപ്പോൾ ഇപ്പുറത്തൊരു ലൈൻ കണ്ട് ഈ സാന്ത 250 റുപ്പീസേ ഉള്ള. വീഡിയോയിൽ എത്രത്തോളം വലുപ്പം കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കയറിയില്ല, എനിക്ക് നഷ്ടമായനായിട്ട്. ഇവിടെ അവിടെ ഇല്ലാത്ത കുറേ വെറൈറ്റി ഐറ്റംസ് ഈ സൈഡിൽ ഞാൻ കണ്ടു കേട്ടോ. എനിക്കൊന്ന് കുറേ പേര് ഈ സൈഡിൽ നിന്നൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ടെന്ന്. ഈ മാനില്ലേ, ഈ മാൻ എത്ര രൂപ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ 250 കണ്ട് പറഞ്ഞു. അപ്പം അമ്മ കൂടുതലല്ലേ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചേച്ചിക്ക് വൈക്കോലും പിണ്ണാക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചിരിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും പതുക്കെ ഇങ്ങനെ മുമ്പോട്ട് നമുക്ക് കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഈ ഏരിയയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ മെത്തഡ് ബസാർ പോലെ അത്ര കൺജസ്റ്റഡ് അല്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊന്ന് ഷോൾഡർ വിരിച്ച് നടക്കുകയെങ്കിലും ചെയ്യാം. വീഡിയോസും ഫോട്ടോസും മാത്രം എടുക്കാൻ വേണ്ടി വരുന്ന കുറച്ച് പേരും പിന്നെ ഷോപ്പിങ്ങിന് വരുന്നവരും ആകെപ്പാടൊരു ജഗപ്പൊക്കെയാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്തൊക്കെ ഷോപ്പ് ചെയ്യാം. ഈ സൈഡ് അധികം ആരും ശ്രദ്ധിക്കാത്തോണ്ടാണോ ആവും. പക്ഷെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ലൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനാണ് ഈ ചൂടെടുത്ത് വിയർത്ത് ഒരു വിധമായി. അമ്മ ഇവനെ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് മിക്കവാറും അമ്മയുടെ കയ്യിൽ തന്നെ ഒരുപാട് ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് നിന്ന് വാങ്ങിക്കാം. അവിടെയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് പോലും ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ തള്ളി പുറത്താക്കും. അത്രയ്ക്ക് തിരക്കല്ലേ. ടോയ് വേണോ കുഞ്ഞനെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അമ്മ ഓരോ ടോയ്സ് ഒക്കെ ഇങ്ങനെ നോക്കുക. നീല ഇനി കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ഷോപ്പിങ്ങിനല്ലാതെ വന്നാൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെയുള്ള ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ ബ്രോഡ്വേയിൽ. ഇത് കണ്ടോ, നല്ലൊരു പീസല്ലേ ഈ സാന്താക്ലോസിൻ്റെ ഒരു പീസ് ഓഫീസിലൊക്കെ വെക്കാം. ഇത് നമ്മുടെ വൈറലായിട്ടുള്ള പാപ്പാജിയാണ്. കുറേ ഫോട്ടോസ് എല്ലാവരും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടി കുട്ടി സാന്താക്ലോസും ഉണ്ട് കേട്ടോ. നമ്മുടെ ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഈ ക്രിസ്മസ് ട്രീയിലെ കുട്ടി ക്രിസ്മസ് ട്രീ ഇതൊക്കെ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് ഒരു വേറൊരു ലുക്ക്. ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ട്രെൻഡ്. ഈ സ്നോ ഈ ഫീലൊക്കെയുള്ള ഈ മഞ്ഞുള്ള ക്രിസ്മസ് ട്രീസൊക്കെ നല്ല രസമായിട്ട്. നിങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ തന്നെ ഒന്ന് ഈ മെത്തഡ് ബസാർ ഈ ബ്രോഡ്വേയിലൊക്കെ ഒന്ന് വന്ന് കറങ്ങി നോക്ക്. മൈൻഡൊക്കെ തന്നെ റിലാക്സ്ഡ് ആവട്ടോ. കൊച്ചിയിലെ ഡിസംബർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയല്ലേ, ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. നമുക്ക് വേറൊരു വൈബാണ് ഇതൊക്കെ. പിന്നെ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ആ ബെല്ല് കണ്ടു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് 4 വാങ്ങിച്ചെങ്കിൽ ഈ പ്രാവശ്യം അമ്മ ബാർഗെയിൻ ചെയ്ത് 10 വാങ്ങി കേട്ടോ. ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയണം കേട്ടോ. ഈ ബ്രോഡ്വേയിൽ വരണമെങ്കിൽ ബാർഗെയിനൊക്കെ ചെയ്ത ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ലാഭമായിട്ട് കിട്ടും, അല്ലെ നമ്മളെ പറ്റിക്കും കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആകെ ടയർഡാണ്. ഞാനൊരു ബ്ലൂ ലൈമൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ബ്ലൂ ലൈമോ പൈനാപ്പിൾ ലൈമോ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടോ. കാരണം അത്രയ്ക്ക് ഇതാഹായിരുന്നു. അമ്മയ്ക്ക് ഇത് ഓറഞ്ചായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ വരാൻ കുറച്ച് ലേറ്റ്. അപ്പോൾ ഞങ്ങളൊരു എഗ് റോളൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഊബർ വന്നു, ബുക്ക് ചെയ്ത് അങ്ങനെ ഊബർ കയറി നിങ്ങൾ തിരികെ പോവാ കേട്ടോ. അപ്പോൾ ചുമ്മാ കുഞ്ഞിനുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ ഷോപ്പിങ്ങിനല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വാട്ടോ. മെത്തഡ് ബസാറും ബ്രോഡ്വേ ഒക്കെ അതൊരു പ്രത്യേക വൈബായി ഡിസംബറിൽ. അപ്പം ഞങ്ങൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.